ഈ വയനാട്ടിലേക്ക് ഒഴുകുന്ന സഹായ പ്രവാഹങ്ങളെ പറ്റി നമ്മൾ പറയുമ്പോൾ കേരളത്തിൽ നിന്നുള്ള സഹായങ്ങൾ മാത്രമല്ല എന്നുള്ളത് കൂടെ ശ്രദ്ധേയമാണ്. അത് അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് പോലും ഓരോ ആളുകളും തങ്ങൾക്കാവുന്ന വിധത്തിൽ സഹായം നൽകുന്നു എന്നുള്ളത് കൂടിയാണ്. ഗൾഫിലെ ഇന്ത്യൻ പ്രവാസികൾ മാത്രമല്ല, വയനാടിന് കൈത്താങ്ങാവാൻ വിവിധ രാജ്യക്കാരും മുന്നോട്ട് വന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ UAE സ്വദേശികൾ മുതൽ പാകിസ്ഥാനി പൗരൻ വരെ സന്നദ്ധരായിരിക്കുകയാണ്. വയനാടിനെ കണ്ണീരൊപ്പാൻ മലയാളികൾക്കൊപ്പം കൈകോർക്കണമെന്ന് ഇവർ പറയുന്നു. മലയാളം പറഞ്ഞ് മലയാളികളെ ഞെട്ടിക്കാറുള്ള ഇമറാത്തി സഹോദരിമാർ നൂറ അൽ ഹിലാലിയും മറിയം അൽ ഹിലാലിയുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണമയച്ച് പൊരുതുന്ന വയനാടിന് ആദ്യം ഐക്യദാർഢ്യം അറിയിച്ചത്. തുക വെളിപ്പെടുത്താൻ ഇവർ തയ്യാറായിട്ടില്ല. അജ്മാനിലെ പ്രവാസിയും സോഷ്യൽ മീഡിയ താരവുമായ തൈമൂർ താരിഖാണ് വയനാടിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പാകിസ്ഥാനി പൗരൻ. പുതുപ്പള്ളി സ്വദേശി ശ്രീജയെ ജീവിതസഖിയായി സ്വീകരിച്ച തൈമൂർ മലയാളികൾ ചങ്ങാതിമാരായുള്ള മുഴുവൻ പാകിസ്ഥാനികളും വയനാടിനെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചു. हमारा केरला में वायनाड का एरिया में बहुत बड़ा लॉस हुआ. एक सैड न्यूज़ है, लैंडस्लाइडिंग हुआ जिसमें बहुत सारा लॉस हो गया. हमारा भाई बहन लोग बहुत डेथ हो गया. बहुत लोग सफ़र कर रहे हैं अभी तक भी, खाने के लिए, ट्रांसपोर्टेशन के लिए, उनका मतलब घर के लिए बहुत सा वो लोग सफ़र कर रहे हैं. तो उसके लिए इंशाल्लाह मैक्सिमम जितना भी आप लोग हमारा जो भी वीडियो देख रहे हैं पाकिस्तानी लोग, मैं हम लोगों से भी जितना हो सका हम लोगों ने डाला. फ्रेंड सर्कल ने, आप लोगों से भी, मेरे जितना भी दोस्त फ्रेंड सर्कल हैं केरला पाकिस्तानी लोग, सबसे रिक्वेस्ट है कि आप लोग भी मैक्सिमम हेल्प करें हमारे वायनाड का बहन भाई लोगों के लिए इंशाल्लाह. जज़ाकल्लाह, थैंक यू. രാജ്യാതിർത്തികൾ അപ്രസക്തമാവുന്ന വിധം വയനാടിന്റെ കണ്ണീരൊപ്പാൻ ഇനിയും സഹായങ്ങൾ എത്തുമെന്ന് ഉറപ്പാണ്. മീഡിയ 1 ദുബായ്.